നമസ്കാരം. നിരവധി പ്രതീക്ഷകളും സ്വപ്നങ്ങളുമൊക്കെയായി ഒരു പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. അടച്ചിടലും മുഖം മറയ്ക്കലും സാമൂഹിക അകലവുമൊക്കെ പോയ വർഷത്തിന്റെ ഓർമ്മകളായി മാറുമ്പോൾ കോവിഡ് വാക്സിൻ വിതരണം ഉൾപ്പെടെയുള്ള ശുഭവാർത്തകളുമായാണ് 2021ലേക്ക് കടക്കുന്നത്. ഈ വർഷം ഇത്തരം നല്ല വാർത്തകളുടേതാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് 18 ഇന്ത്യയുടെ 2021 ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചെങ്കിലും പോയ വർഷത്തെ ചില സംഭവവികാസങ്ങൾ ഈ വർഷത്തിന്റെ തുടക്കത്തിലും കടന്നു വരികയാണ്. 1.5 മാസം മുൻപ് ഡൽഹിയിൽ ആരംഭിച്ച കർഷക പ്രക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ ചില മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനായി എന്നത് ആശ്വാസം നൽകുന്നുണ്ട്. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ ഇനിയും സമവായം കണ്ടെത്താനായിട്ടില്ല. കർഷക പ്രക്ഷോഭത്തിന്റെ മറവിൽ അക്രമങ്ങൾ വ്യാപകമാകുന്നതും ആശങ്ക നൽകുന്നുണ്ട്. ഒന്നര മാസത്തോടടുക്കുന്നു കർഷകർ ഡൽഹിയിലെ അതിർത്തികളിൽ സമരം തുടങ്ങിയിട്ട്. പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു ആദ്യം കർഷകർ പ്രതിഷേധവുമായി എത്തിയത്. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നടക്കം കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തി. ഉത്തരേന്ത്യയിലെ കൊടുന്തണുപ്പ് വകവയ്ക്കാതെയും പ്രായം മറന്നുമാണ് കർഷകർ സമരത്തിൽ പങ്കെടുക്കുന്നത്. പാടത്ത് കൃഷി ഇറക്കുകയോ വിളവെടുക്കുകയോ ചെയ്യണമെങ്കിൽ സമരസ്ഥലത്ത് നിന്ന് തിരികെ വീട്ടിലേക്ക് മടങ്ങും. പകരം മക്കളെയോ ഭാര്യയെയോ സമരസ്ഥലത്തേക്ക് അയക്കും. ഒരിക്കലും സമരവേദിയിൽ കുടുംബത്തിന്റെ അസാന്നിധ്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. അതിനാൽ സമരവേദികളിൽ ഒരിക്കലും ആളുകൾ കുറയുന്നില്ല. സമരത്തിൽ പങ്കെടുക്കവേ 40-ലേറെ കർഷകർക്ക് ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും സമരച്ചൂട് കുറയ്ക്കാതെ കരുതലോടെ മുന്നോട്ട് കാലുറപ്പിച്ച് നീങ്ങുകയാണ് കർഷകർ. ഇതിനിടെ രാജസ്ഥാനിലെ ഷാജഹാൻപൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് കർഷകർ നടത്തിയ പ്രകടനത്തിൽ സംഘർഷമുണ്ടായി. 25ഓളം ട്രാക്ടറുകളിലായി എത്തിയ കർഷകർ ഹരിയാന അതിർത്തിയിലെ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. ഇതൊന്നും വകവയ്ക്കാതെ കർഷകർ പ്രകടനം തുടർന്നതോടെ ലാത്തിചാർജുമുണ്ടായി. ഇതോടെ റോഡിൽ കുത്തിയിരുന്ന് കർഷകർ പ്രതിഷേധിച്ചു. പുതുവർഷത്തിന് മുൻപ് കേന്ദ്ര സർക്കാർ 40ഓളം കർഷക പ്രതിനിധികളുമായി 6ാമതും ചർച്ച നടത്തി. കാർഷിക നിയമ ഭേദഗതികളുടെ നേട്ടങ്ങൾ ഓരോന്നായി കർഷകർക്ക് മുന്നിൽ കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ വീണ്ടും നിരത്താൻ തുടങ്ങി. ഇതോടെ കർഷകർ ഇടപെട്ടു. കേട്ടുപഴകിയ വാക്കുകൾ വീണ്ടും കേട്ട് സമയം കളയാനില്ലെന്ന് പ്രതിനിധികൾ തുറന്നു പറഞ്ഞു. താങ്ങുവില സമ്പ്രദായം എടുത്തുകളയില്ലെന്നുള്ള ഉറപ്പ് രേഖാമൂലം വേണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചുനിന്നു. അത് സാധ്യമല്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഓരോ ചർച്ച കഴിയുമ്പോഴും താങ്ങുവില സമ്പ്രദായം എടുത്തുകളയില്ലെന്ന് വാക്കാൽ പറയാം. എന്തുകൊണ്ട് എഴുതി നൽകിക്കൂടാ? के बारे में बोला हम चर्चा करने के लिए तैयार हैं. आपका क्या प्रस्ताव होगा? इसमें डिस्कशन कंक्लूड नहीं हुआ. एमएसपी में हम बताया था कि आपकी कानूनी हक देने के लिए प्रिंसिपली राजी है क्या? तो प्रिंसिपली राजी माना नहीं. तो बोला अभी प्रिंसिपली राजी बोलना हमारे लिए मुश्किल है. आप प्रस्ताव दो, कुछ भी प्रस्ताव दो, हम खुला मन में चर्चा करेंगे. കാർഷിക നിയമ ഭേദഗതികൾ റദ്ദാക്കണമെന്നതാണ് കർഷകരുടെ മറ്റൊരു പ്രധാന ആവശ്യം. ഇതും ചർച്ചയിൽ അംഗീകരിക്കപ്പെട്ടില്ല. ഒടുവിൽ കർഷകർ മുന്നോട്ട് വെച്ച മറ്റു 2 ആവശ്യങ്ങൾ അംഗീകരിച്ചു. വൈദ്യുതി ഭേദഗതി ബിൽ 2020 കരട് പിൻവലിക്കാനും
കാർഷിക അവശിഷ്ടം കത്തിക്കുന്നത് നിയന്ത്രിക്കുന്ന വായുമലിനീകരണ ഓർഡിനൻസിൽ മാറ്റം വരുത്താനുമാണ് തീരുമാനമായത്. किसान यूनियन के नेताओं ने जो 4 विषय चर्चा के लिए रखे थे, उनमें 2 विषयों पर आपसी रजामंदी सरकार और यूनियन के बीच में हो गई है। पहला, जो एनवायरनमेंट से संबंधित ऑर्डिनेंस है, इस मामले में दोनों पक्षों में रजामंदी हो गई है। दूसरा, इलेक्ट्रिसिटी एक्ट, किसानों की सिंचाई के लिए जो विद्युत की सब्सिडी दी जाती है वो राज्य जिस प्रकार से पहले से देते रहे हैं वैसी ही चलनी चाहिए, ऐसी यूनियंस की मांग थी। उस मांग पर भी യൂണിയൻ और സർക്കാർ के बीच में रजाबंदी हो गई. സമരം തുടരുമ്പോൾ അതിന്റെ നിഴൽ പറ്റി അക്രമങ്ങളും അരങ്ങേറാൻ തുടങ്ങി. പഞ്ചാബിലും ഹരിയാനയിലും ഡൽഹി അതിർത്തികളിലും മൊബൈൽ ടവറുകൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത കർഷകർക്കെതിരെയുള്ള നീക്കമായിട്ടാണ് ഈ അക്രമങ്ങൾ വിലയിരുത്തപ്പെട്ടത്. ഈ അക്രമങ്ങൾ കർഷക സമരത്തിന് പിന്നിൽ നക്സൽ മാവോയിസ്റ്റ് ശക്തികളുണ്ടെന്ന BJP നേതാക്കളുടെ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതായിരുന്നു. എന്നാൽ ആ ആരോപണങ്ങളെയെല്ലാം രാജ്നാഥ് സിംഗ് തള്ളിക്കളഞ്ഞു. ഇത്തരം പരാമർശങ്ങൾ കർഷകരെ കേന്ദ്ര സർക്കാരിൽ നിന്നും BJPയിൽ നിന്നും അകറ്റുമെന്ന് മനസ്സിലാക്കിയാകണം രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന. कोई भी आरोप कोई भी हो, पता नहीं किसने क्या कहा है, मुझे जानकारी नहीं है, नहीं लगाया जाना चाहिए. BJPയുടെ ആശങ്ക ശരിവെക്കുന്നതാണ് ഹരിയാന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിധി. കനത്ത തിരിച്ചടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-JJP സഖ്യത്തിനുണ്ടായത്. കോർപ്പറേഷനുകളായ അംബാലയും സോണിപ്പറ്റും നഷ്ടമായി. ഹിസാർ, ഉലഗന, റെവാരി, ധാരുഹേറ എന്നീ ശക്തി കേന്ദ്രങ്ങളിൽ JJPയും തകർന്നടിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസാണ് നേട്ടമുണ്ടാക്കിയത്. കേരളത്തിൽ അത്ര ശ്രദ്ധിക്കാതെ പോയ വാർത്തയാണ് അസമിലെ റദ്ദാക്കൽ ബിൽ. സർക്കാർ നിയന്ത്രണത്തിലുള്ള മദ്രസകളും സംസ്കൃത സ്കൂളുകളും പൊതുവിദ്യാലയമാക്കി മാറ്റുന്ന ഈ ബിൽ കഴിഞ്ഞ ദിവസമാണ് അസം നിയമസഭ പാസാക്കിയത്. ഇതോടെ ഫുട്ബോളിന് പകരം ഉണങ്ങിയ മധുരനാരങ്ങ ഉപയോഗിച്ച് കളി പഠിച്ചു തുടങ്ങി. പതിയെ പതിയെ അതെല്ലാം മറികടന്ന് തികഞ്ഞ പന്തടക്കത്തോടെ ഫുട്ബോൾ കളിക്കാൻ കുനാലിനായി. ഇന്ന് മറ്റു കുട്ടികൾക്കൊപ്പം ഓടിയെത്തി പന്ത് തട്ടാൻ കുനാലിന് സാധിക്കും. പന്ത് തട്ടുക മാത്രമല്ല, ഒറ്റക്കാൽ കൊണ്ട് സൈക്കിളും ചവിട്ടും കുനാൽ. പഠനത്തിൽ മികവ് പുലർത്തുന്ന കുനാലിന്റെ പ്രിയ ഫുട്ബോൾ താരം അജയ് ഛേത്രിയാണ്. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.